ബീഹാർ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളിംഗുകൾ കാറ്റിൽ പറത്തി ഇന്ത്യ സഖ്യം തിരിച്ചുകയറി. ആദ്യഘട്ടത്തിൽ ഏറെ പിന്നിലായ ഇന്ത്യ സഖ്യം പിന്നീട് മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരു ഘട്ടത്തിൽ ഇരട്ടിയധികം സീറ്റുകളിൽ ബിജെപി മുന്നിലായിരുന്നുവെങ്കിൽ ഇവിഎം എണ്ണി തുടങ്ങിയതോടെ കളി മാറി ഇന്ത്യ സഖ്യം തിരിച്ചുകയറുകയായിരുന്നു. ആർജെഡിയും തേജസ്വിയുടെയും ചിറകിലേറിയാണ് ഇന്ത്യ സഖ്യം മുന്നേറിയത്. കോൺഗ്രസ് കൂടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ അവിടെ സുരക്ഷിതമായ ലീഡിലേക്ക് കുതിച്ചു കയറുമായിരുന്നു. ഇവിടെ ബിജെപിയുടെ സീറ്റ് വിഹിതം കുത്തനെ കുറയ്ക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു. ബിജെപിക്ക് ഒപ്പം തന്നെ കുറി സീറ്റ് പിടിക്കാൻ നിതീഷ് കുമാറിന്റെ ജെഡിയുവിന് സാധിച്ചത് മോദിക്ക് വലിയ ഞെട്ടലുണ്ടാക്കുന്ന ഘടകമാണ്. മറുവശത്ത് ആർജെഡിയും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. വലിയ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഒരുപക്ഷെ തന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന ചിന്ത നിതീഷിനെ വലയ്ക്കുന്നുണ്ട്. ഇവിടെ എതിർപക്ഷത്ത് മികച്ച പോരാട്ടം നടക്കുന്നതോടെ നിതീഷ് കുമാറിനാണ് ആശ്വാസം എന്ന് പറയാം. ഇവിടെ വലിയ വിലപേശലിന് നിതീഷിനെ പ്രാപ്തനാക്കുന്നുണ്ട്. ഇനി അധികാരം പിടിക്കുകയാണെങ്കിൽ സുപ്രധാന വകുപ്പുകൾ തനിക്കൊപ്പം നിർത്താൻ നിലവിലെ അവസ്ഥ നിതീഷിനെ സഹായിക്കുമെന്ന് ഉറപ്പാണ്. ഇനി ബിജെപി അതിന് തയ്യാറായില്ലെങ്കിൽ ഒരുപക്ഷെ എൻഡിഎ ക്യാമ്പിനോട് ബൈ പറയാൻ പോലും നിതീഷ് മടിക്കില്ലെന്ന് ഉറപ്പാണ്. എന്തായാലും ഏകപക്ഷീയമായ ഒരു പോരാട്ടം നടക്കുമെന്ന് നിലവിൽ ഉറപ്പിക്കാവുന്ന അവസ്ഥയിൽ ബിജെപിയുടെ ചങ്കിടിപ്പ് അവിടെ ഉയർന്നു തന്നെ നിൽക്കുകയാണ്.